ഈ ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചതുപോലും ലഖദ് മന്നല്ലാഹു അലൈക്കും, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇദ് ബഅസ ഫീകും റസൂലൻ, നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ, അതും അന്തിമ പ്രവാചകൻ ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിനാൽ ഉമ്മത്ത് മുഹമ്മദ് ആവുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നി ഇൻദല്ലാഹി മക്തൂബുൻ ബിഖാത്തമിൻ നബിയ്യീൻ വ ഇന്ന ആദമ ലമുൻജദിലുൻ ഫീ തീനതിഹി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഒരുക്കിയ മണ്ണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം രൂപപ്പെട്ടിട്ടില്ല, അതിന് തയ്യാറാക്കപ്പെട്ട മണ്ണ്, അത് സംവിധാനിക്കുന്ന ഘട്ടത്തിൽ പോലും ഇന്നി ഇൻദല്ലാഹി മക്തൂബുൻ ബിഖാത്തമിൽ അംബിയ ബിഖാത്തമിൻ നബിയ്യീൻ. ആ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതാണ് എന്നെ ഖാത്തിമുൽ അംബിയ ആയി. വിശുദ്ധ ഖുർആൻ ഇക്കാര്യം സ്ഥിരപ്പെടുത്തുന്നുണ്ട്. സർവ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങുന്ന രംഗത്തെ സംബന്ധിച്ച് ഖുർആൻ കൃത്യമായി പറയുന്നിടത്ത് അവരോട്, അഥവാ സർവ നബിമാരോടും അല്ലാഹു ചോദിച്ച ചോദ്യം, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നാൽ ആ പ്രവാചകനെ നിങ്ങൾ ഫോളോ ചെയ്യുമോ, ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റുമോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ എല്ലാ പ്രവാചകന്മാരും മനുഷ്യവാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത് ബലാ. അല്ലാഹു അവരോട് ചോദിച്ചത് അഖറർതും, നിങ്ങൾ ഇത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സർവ പ്രവാചകന്മാരും പറഞ്ഞ മറുപടി ബലാ എന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാൻ, ഖാത്തിമുൽ അംബിയ, അവസാന പ്രവാചകൻ, അന്തിമ റസൂൽ, ഖാത്തിമുൽ അംബിയ. അത് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടതല്ല, നേരെ മറിച്ച് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തിയതാണ് എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ അതിന്റെ തുടക്കത്തെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നി ദഅവതു അബി ഇബ്രാഹിം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആഇന്റെ പരിണിതഫലമാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുന്നതിന് മുമ്പ്, അതും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഇറാഖിലെ പ്രസിദ്ധമായ, അതിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാനാൻ ദേശം അഥവാ ഫലസ്തീനിലേക്ക് യാത്ര പോയി, അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോയി, ആ നാടുകളിലെല്ലാം പ്രബോധനം നടത്തി അവസാനം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കത്ത് വന്ന്, ആ മക്കത്ത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ നിർമ്മിക്കപ്പെട്ട വിശുദ്ധമായ കഅബാലയത്തിന്റെ അസ്ഥിവാരങ്ങൾ പടുത്തുയർത്തിയതിനു ശേഷം സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നിന്ന് ദുആ ചെയ്യുകയാണ്, റബ്ബന വബഅസ് ഫീഹിം റസൂലാ, അല്ലാഹുവേ ഈ സമൂഹത്തിൽ, ഈ നാട്ടിൽ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ എന്ന്. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പേ മുഹമ്മദ് റസൂലുള്ള ചർച്ചയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയിൽ അത് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വബിശാറത്തു ഈസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുമ്പ് ഏതാണ്ട് 500 കൊല്ലങ്ങൾക്കപ്പുറത്ത് കടന്നു വന്ന മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വത്തീനി വസ്സൈത്തൂൻ എന്ന് ഖുർആൻ പറഞ്ഞ, അത്തിയും ഒലീവും പൂത്തുലഞ്ഞ ഫലസ്തീനിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വബിശാറത്തു ഈസാ, മഹാനായ ഈസാ അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളയെ കുറിച്ച് തന്റെ അനുയായികൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവ, പ്രബോധനം, അഹ്മദ്, എനിക്ക് ശേഷം വരാനുള്ള അഹ്മദ് എന്നൊരു പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണെന്ന് ഫലസ്തീനിലെ ജൂതന്മാർക്കിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്.
കാലം പിന്നെയും മുന്നോട്ട് പോയി. നമുക്കറിയാം ചരിത്രത്തിലെ വിശുദ്ധ ഖുർആൻ അഡ്രസ് ചെയ്ത ഒരു സംഗതി. അതെന്താണ്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ആമുൽ ഫീൽ എന്നാണ് അതിനറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ഫീൽ. ഖുർആൻ ഒരു കാര്യം അഡ്രസ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് തലങ്ങളുണ്ട്. വിശുദ്ധമായ കഅബാലയത്തെ തകർക്കാൻ കടന്നു വന്ന അബ്രഹത്തിന്റെ ആനക്കൂട്ടത്തെ കൂട്ടം കൂട്ടമായി പക്ഷികളെ വിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുരത്തി ഓടിച്ച ആ വലിയ സംഭവം, ആ സംഭവം നടന്ന വർഷത്തിന് പറയുന്ന പേരാണ് ആമുൽ ഫീൽ. ആമുൽ ഫീൽ. ആ ആമുൽ ഫീലിലാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ലോകം ചർച്ച ചെയ്ത അന്തിമ റസൂൽ, അവസാന പ്രവാചകൻ ആമുൽ ഫീലാണ് കടന്നു വരുന്നത്. അൽ ഫുസൂൽ ഫി സീറത്തുർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാചകം എടുത്തുദ്ധരിക്കുന്നത് കാണാം. അസ്സഹീഹു അന്നഹു വുലിദ ആമൽ ഫീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമുൽ ഫീലിലാണെന്നതാണ് ശരിയായ അഭിപ്രായം. അനവധി പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. വഖദ് ഹക്കാഹു ഇബ്രാഹിം ഇബ്നുൽ മുൻദിർ അൽ ഹിസാമി ശൈഖുൽ ബുഖാരി വഖലീഫത്തുൽ ഖയ്യാത്ത് വഗൈറുഹുമാ ഇജ്മാഅൻ. ഇമാം ബുഖാരിയുടെ ശൈഖ് അടക്കം അതുപോലെ മറ്റുള്ള പണ്ഡിതന്മാരടക്കം ഉള്ള ആളുകൾ ഇജ്മാ ഉദ്ധരിച്ച വിഷയമാണിത് എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹി ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയും, നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആമുൽ ഫീലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. ചില ആളുകൾ പറഞ്ഞു നബി ജനിച്ചത് റമദാനിലാണ്, അള്ളാഹുവിന്റെ റസൂല് ജനിച്ചത് റമദാനിലാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ വഹുവ ശാദ്ദുൻ, അത് സ്വീകാര്യമായ അഭിപ്രായമല്ല. പക്ഷെ ആ അഭിപ്രായം പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി വരെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഹീദ്ദീൻ ഷെയ്ഖ് പോലും പറഞ്ഞത് നബി ജനിച്ചത് റമദാനിലാണ് എന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ അത് ശാദ്ദായി പ്രഖ്യാപിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം സംഭവിച്ചത് റബീഉൽ അവ്വലിലാണ് എന്ന് മശ്ഹൂറായ പണ്ഡിതന്മാർ, ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു. പക്ഷേ അവർക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടായി. ഏത് ദിവസമാണ്? 2-നാണോ 8-നാണോ 12-നാണോ 9-നാണോ? ഈ റബീഉൽ അവ്വൽ ഏത് ദിവസത്തിലാണ് ജനിച്ചത് എന്ന കാര്യത്തിൽ ഫഖദ് ഇഖ്തലഫ ഫീഹിൽ ഉലമാ, പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാതിമുൽ അംബിയ എന്ന് നിയോഗിച്ച ആളാണ്. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരൊറ്റ പ്രവാചകന്റെയും ബർത്ത്ഡേ അള്ളാഹു സുബ്ഹാനഹു വ തആല അഡ്രസ് ചെയ്തിട്ടില്ല. ഒരു നബിയുടെയും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള നിരവധി പ്രവാചകന്മാർ കടന്നുപോയി. നമുക്കറിയാം 25 പ്രവാചകന്മാരുടെ പേര് ഖുർആൻ പറഞ്ഞു. പക്ഷേ ഈ ബർത്ത്ഡേ എന്ന ഒരു സമ്പ്രദായം അത് ഇസ്ലാമിക സമ്പ്രദായമല്ല, അമ്പിയാക്കളുടെ പാരമ്പര്യമല്ല. അത് യഹൂദികളുടെ, ജൂതന്മാരുടെ ഒരു സമ്പ്രദായമാണ്. പിൽക്കാലഘട്ടത്തിൽ അവർക്കിടയിലെ ആളുകൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇസ്ലാമിൽ അതിന് സ്ഥാനമില്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാരുടെ ബർത്ത്ഡേക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു റബീഉൽ അവ്വലിൽ ഈ ലോകത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ പോലും അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടേറ്റോർത്ത് വെക്കണേ സമൂഹമേ, കാരണം ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ളതാണ് എന്ന നിലപാട് ഇസ്ലാം സ്വീകരിച്ചില്ല. 40 വയസ്സുവരെ അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് ജീവിച്ചു. പിന്നെ അതും അൽ-അമീനായി ജീവിച്ചു, വിശ്വസ്തനായി ജീവിച്ചു, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ആളായി ജീവിച്ചു. 40-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ റസൂലിന് ആദ്യമായി വഹി വന്നു. ആ വഹി വന്നത് റബീഉൽ അവ്വലിലാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ആരംഭിച്ചത് മിസ്ല സൽസലത്തിൽ ജറസ്, ഒരു മണിമുഴക്കം പോലെയാണ്. ആദ്യം ഹിറയിലേക്ക് പ്രവാചകൻ പോകുന്നതിന് മുമ്പ് തന്നെ, ഹിറയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഇഖ്റ ഓതിക്കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മണിമുഴക്കം പോലെ എനിക്ക് വഹി വരുമായിരുന്നു. ആ വഹി എനിക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കും, ഭാരമുണ്ടാക്കുന്ന വഹിയാണ്. ആ വഹി വരാൻ ആരംഭിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ റബീഉൽ അവ്വലിലാണ്. അപ്പൊ 2 റബീഉൽ അവ്വലായി.
ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല നിങ്ങൾ റബീഉൽ അവ്വൽ ആഘോഷിക്കുവാനും ആനന്ദിക്കുവാനും മാറ്റിവെക്കണം എന്ന്. പിന്നെയും നമുക്കറിയാം 13 കൊല്ലം ചരിത്രം നാം വിശദീകരിക്കേണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ 13 കൊല്ലം, ആ 13 കൊല്ലം പീഡനങ്ങളുടേതാണ്, നൊമ്പരങ്ങളുടേതാണ്, വേദനകളുടേതാണ്, ബഹിഷ്കരണങ്ങളാണ്. കാരണം നാട്ടുമൂപ്പന്മാരും അവിടെയുള്ള ഖുറൈശികളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ ഒറ്റപ്പെടുത്തിയ 13 കൊല്ലക്കാലം. ആ കൊല്ലക്കാലത്തിന് തിരശ്ശീലയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോവുകയാണ്. വിശുദ്ധ ഖുർആൻ ആ രംഗത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇല്ല അൻ തൻസുറുഹു, നിങ്ങൾ ആ മുഹമ്മദ് നബിയെ സഹായിച്ചിട്ടില്ല, പ്രവാചകനെ സഹായിച്ചില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്. ഖുർആൻ പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു, അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞ എന്താണ്? ഇദ്ഹുമാ ഫിൽ ഗാർ, ഇദ്ഹുമാ ഫിൽ ഗാർ. രണ്ടാളുകൾ ഗുഹക്കുള്ളിലാണ്. ഏത് ഗുഹയാണത്? സൗർ ഗുഹയാണ്. ആ സൗർ ഗുഹക്കുള്ളിൽ രണ്ടുപേരും ഒറ്റപ്പെട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇതാ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വേളയിൽ അവരുടെ തലയ്ക്കുമീതെ ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ്, അവരുടെ തലയെടുക്കുവാൻ. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ ലൗ അന്ന അഹദഹും നദറ തഹത ഖദമൈഹി ലഅബ്സറനാ, അവരെങ്ങാനും തങ്ങളുടെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്കിയാൽ അവർ നമ്മെ കാണില്ലേ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ലാ തഹസൻ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഒരിക്കലും നീ ഭയപ്പെടണ്ട, ഒരു ക്ലേശവും വേണ്ട, കാരണം ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂല് രാജാവാണ്. ആ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്ര അഥവാ മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് മദീനയിലേക്ക് പോയത് റബീഉൽ അവ്വലിലാണ്. അപ്പൊ 3 റബീഉൽ അവ്വലായി. ഇനിയോ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ 4ാമത്തെ റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ പ്രവാചക ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തുമായി കൊണ്ടാണ്. മനസ്സിലാക്കണം, ഇസ്ലാമിക ചരിത്രം അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കുമ്പോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാന നിമിഷങ്ങൾ കടന്നുപോയത് റബീഉൽ അവ്വലിലൂടെയാണ്. നമുക്കറിയാം റബീഉൽ അവ്വൽ 12 അന്ന് സുബഹി നിസ്കാരത്തിന് വരാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസങ്ങളായി രോഗബാധിതനായി വീടിനകത്ത് നിന്നിട്ട് തന്റെ സ്വഹാബത്തിന് ദിവസങ്ങളായി കാണാൻ കഴിയാതെ അവസാനം അന്ന് സുബഹിക്ക് വഹും സുഫൂഫ്, സ്വഹാബികൾ ഇങ്ങനെ സഫ് കെട്ടി നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചിരുന്ന ആയിഷമ്മയുടെ വീടിന്റെ കർട്ടൻ നീക്കി പ്രവാചകൻ തല പുറത്തേക്കിട്ട് തന്റെ സ്വഹാബത്തിനെ നോക്കി യൽഹഖ്, അള്ളാഹുവിന്റെ റസൂൽ ചിരിച്ചു എന്നാണ്. പ്രവാചകൻ അവരെ നോക്കി അതേ പുഞ്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവരെ അവസാനമായി കാണുകയാണ് സുബഹിന്റെ നേരത്ത്. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല അകത്തേക്കിട്ട് ഫാർഖ സിത്ര കർട്ടൻ വലിച്ചിട്ട് അന്ന് ഏതാണ്ട് ളുഹയുടെ നേരമായപ്പോ ആയിഷമ്മയുടെ നെഞ്ചത്താണ് അള്ളാഹുവിന്റെ റസൂൽ കടന്നിരുന്നത്. പ്രവാചകൻ അത്രമാത്രം ക്ഷീണിതനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി പറഞ്ഞു, ആയിഷ മാ അസാലു അജിദു അലമത്ത ആമില്ലദി അക്കൽതു ബി ഖൈബറ ഫഹാദാ അവനു വജത്തിൻക അബ്ഹരി മിൻ ദാലിക സും. ആയിഷ, അന്ന് ഖൈബറിൽ വെച്ച ജൂതപ്പെണ്ണ് തന്ന വിഷം എന്റെ സിരകളിലൂടെ ഇപ്പൊ പ്രവഹിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്റെ ഹാർട്ടിലെ, എന്റെ ഖൽബിലെ, എന്റെ ഹൃദയത്തിന്റെ നാഡി നരമ്പുകൾ ഇങ്ങനെ പൊട്ടുന്ന വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയുകയാണ്. അവസാന നിമിഷമാണ്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. വഖർബാലി അഖർബിക യാ അബാഹ് എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാണ്. ഏതാണ്ട് ളുഹയുടെ സമയമായപ്പോ റബീഉൽ അവ്വൽ 12 ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തത് വഫാത്താണ്. അതോടുകൂടി മദീനയുടെ അവസ്ഥ, സ്വഹാബത്തിന്റെ അവസ്ഥ മാറിമറിയുകയാണ്. നമുക്കറിയാം ചരിത്രത്തിൽ മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുകയാണ്, വലമ്മാ തൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽതറബൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങളായ ആളുകൾ പരിഭ്രാന്തരായി പോയി. ഫമിൻഹും മൻ ദുഹിശ ഫഖൂലിജ്, ബോധരഹിതരായി വീണുപോയ ആളുകളുണ്ട്, സ്വബോധം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. കാരണം അവരുടെ ഖൽബിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ സിരകളിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഉറക്കത്തിലും മാത്രമല്ല, റസൂലുള്ളാഹിയെ കാണാൻ കഴിയാതെ, പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി വരാതെ ഇരിക്കാൻ കഴിയാത്ത സ്വഹാബത്താണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരാൾ വന്നിരിക്കുമ്പോൾ റസൂലുള്ള അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി, എന്തു പറ്റി നിനക്ക്, നീ വല്ലാതെ ക്ഷീണിച്ചു പോകുന്നല്ലോ, മെലിഞ്ഞു പോകുന്നുവല്ലോ എന്ന് ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞില്ല, നബിയെ, ഞാൻ ദിവസങ്ങളായി ഒരു പുതിയ ടെൻഷനിലാണ്, ഒരു വലിയ ചിന്തയിലാണ്, വേറൊന്നുമല്ല, ഇതാ ദക്കർതു മൗതി വ മൗതക്, നമ്മൾ രണ്ടുപേരും മരിച്ചു പോകുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി നബിയെ. താങ്കൾ നാളെ ആഖിറത്തിൽ വന്ന് സ്വർഗത്തിലെത്തിയാൽ, സ്വർഗത്തിന്റെ ഉന്നതമായ മേടയിൽ നിങ്ങൾ ഇരിക്കുമ്പോ ഈ സാധുവായ ഞാൻ സ്വർഗത്തിലെത്തിയാൽ നബിയെ ഇതുപോലെ കാണണമെന്ന് തോന്നിയാൽ ഓടി വന്ന് കാണാൻ കഴിയാതെ പോകുമല്ലോ എന്നോർത്ത് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ ശരീരം മെലിഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോ ഫലം യറുദ്ദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആ സഹാബിക്ക് എങ്ങനെ ആശ്വസിപ്പിക്കും അയാളെ എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഉടൻ അല്ലാഹു ആയത്തിറക്കിയില്ലേ, വമൻ യുതഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വേണോ? ആഖിറത്തിൽ കൂടെ വേണോ? ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഓടിപ്പോയി കാണാൻ കഴിയുന്ന അവസ്ഥയിൽ ഒരു റഫീഖായി, കൂട്ടുകാരനായി വേണോ? ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്ക്, വഴിപ്പെട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒപ്പിയെടുക്ക് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ റസൂലുള്ളാഹിയെ കാണാതിരിക്കാൻ പോലും കഴിയാതിരുന്ന ആളുകൾ, അവരിൽ പല ആളുകളും അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്നറിഞ്ഞപ്പോ ബോധരഹിതരായി നിലത്തു വീണുപോയി. വമിൻഹും മൻ ഉഖഇദ ഫലം യുത്ഖൽ ഖിയാമ, ഇരുന്നിട്ട് പിന്നെ ഒരിക്കലും എഴുന്നേക്കാൻ കഴിയാതിരുന്ന ആളുകളുണ്ട് കൂട്ടത്തിൽ. വമിൻഹും മൻ ഉത്ഖൽ ലിസാനുഹു ഫലം യുത്ഖൽ കലാം, നാവ് കുഴഞ്ഞുപോയ മനുഷ്യരുണ്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ, അവര് പിന്നെ സംസാരിച്ചിട്ടില്ല. വമിൻഹും മൻ അൻകറ മൗതഹു ബിൽ കുല്ലിയ, ചില ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നത് ഉൾക്കൊള്ളാൻ പോലും കഴിയാതെ നബിക്ക് മരണമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. സഹാബത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഈ ഒരു പ്രയാസം അവരുടെ ജീവിതത്തിലേക്ക് വന്നതും റബീഉൽ അവ്വലിലാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, സ്വാറൽ മുസ്ലിമൂന കൽ ഗനമിൽ മതീറതി ഫിൽ ലൈലതി അശ്ശാതിയ ലിഫഖദി നബിയിഹിം. അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു കഴിഞ്ഞപ്പോ തണുപ്പുള്ള രാത്രിയിൽ ഒരു വലിയ കോരിച്ചെരിയുന്ന മഴയെ തൊറ്റപ്പെട്ടു പോയ ഒരാടിനെ പോലെയായി അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് എന്നാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. പക്ഷേ ഈ രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തെ നമ്മൾ കാണുമ്പോൾ 4 റബീഉൽ അവ്വലിന്റെ പ്രധാന മേഖലകളിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം കടന്നു പോകുമ്പോൾ ആ ജീവിതത്തിലൂടെ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ നബിയുമായുള്ള നിങ്ങളുടെ കണക്ഷൻ, മുഹമ്മദ് റസൂലുള്ളാഹിയുമായുള്ള നിങ്ങളുടെ ബന്ധം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമല്ല, നിങ്ങളുടെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും സംസാരത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം വിട്ടുപോകാതെ നിങ്ങൾ നോക്കണം എന്ന ശക്തമായ കൽപ്പന. ആ കൽപ്പന പാലിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ റസൂലിനെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ, മുത്തുനബിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ മാനിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് ഇന്ന് വഴിമാറി നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനോ റസൂലുള്ളാഹിയെ ഉൾക്കൊള്ളാനോ നബിയുടെ സുന്നത്തുകളെ സ്വീകരിക്കുവാനോ അവർ തയ്യാറല്ല. വഴിവിട്ട ജീവിതത്തിൽ അവർ നടന്നു പോവുകയാണ്. പക്ഷേ അവരുടെ സ്നേഹം അവരൊപ്പിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ ആഘോഷത്തിലൂടെ മാത്രമല്ല, മ്യൂസിക്കുകൾ, ഗാനമേളകൾ, ബഹളങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ ഇടകലരുക. അല്ലാഹുവിന്റെ റസൂൽ എന്തൊക്കെ വെറുത്തോ ആ വെറുത്ത മുഴുവൻ കാര്യങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് തെരുവിൽ കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അത് ഇഷ്ടപ്പെടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വെറുത്ത കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വെറുത്ത കാര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത നവീനങ്ങളായ ബിദ്അത്തുകൾ നിർമ്മിക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അന അഫറതുകും ബിൽ ഹൗദ് ഫിൽ ഹൗദ്, ആ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുമെന്ന് റസൂൽ പറഞ്ഞില്ലേ. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കും ആഖിറത്തിൽ എന്ന് പറഞ്ഞില്ലേ. ആ ഹൗദുൽ കൗസറിന്റെ സമീപത്തേക്ക് ഓടിച്ചെല്ലുന്ന ആളുകൾ, ആ ആളുകൾ ഒരു കൂട്ടത്തെ തടയിടപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കും, അല്ലാഹുവേ
യാ റബ്ബ് ഉമ്മത്തി, അവരെന്റെ ഉമ്മത്തല്ലേ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് കിട്ടുന്ന മറുപടി, നബിയെ താങ്കൾക്ക് അവരെ കുറിച്ച് അറിഞ്ഞുകൂടെ, ഇന്നക ലാ തദ്രി, താങ്കൾക്ക് അവരെ കുറിച്ച് അറിഞ്ഞുകൂടെ നബിയെ, താങ്കൾ വഫാത്തായതിനു ശേഷം എന്തൊക്കെയോ നവീനങ്ങളായ ആശയങ്ങളാണ്, പുതിയ ആശയങ്ങളാണ് അവർ കടത്തിക്കൊണ്ടുവന്ന് താങ്കളുടെ ദീനിനെ വെടക്കാക്കിയത് എന്ന് അവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അത്രയും അതേ മോശപ്പെട്ട ആളുകളാണ് അവരെന്ന് പറയുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്ന സുഹ്കൻ 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 സുഹ്ക ലിമൻ ഗയ്യറ ബഅദി, എന്റെ കാലശേഷം ഞാൻ പഠിപ്പിക്കാത്ത ആശയങ്ങളെ കടത്തിക്കൂട്ടി ദീനിനെ വികൃതമാക്കിയവരെ വിദൂരം വിദൂരം എന്ന് പറഞ്ഞവരെ ആട്ടി അകറ്റുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. നമുക്കെല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് അത്തരം എല്ലാവിധ പ്രവാചകൻ പഠിപ്പിക്കാത്ത നവീനങ്ങളായ ആശയങ്ങൾ മാറി നിൽക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഒരൊറ്റ നബിയുടെയും ബർത്ത്ഡേ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ല. അത് നബിക്ക് മുമ്പുള്ള അമ്പിയാക്കളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നേരെ മറിച്ച് എല്ലാ രാത്രിയിലും ഓതാൻ പറഞ്ഞ ആയത്തിൽ എന്താ പറഞ്ഞത്? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലി. എല്ലാ അമ്പിയാക്കളെയും മുഹമ്മദ് നബിക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അവരെന്റെ കുടുംബമാണ് എന്നാണ്. അമ്പിയാക്കൾ ഒരു കുടുംബമാണെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. അപ്പോ അമ്പിയാക്കളോട്, ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോടൊക്കെ ഹുബുള്ള മഹബത്തുള്ള ആളാണ് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹുബ് പ്രകടിപ്പിച്ചത് അവരുടെ ജീവിതം, അവർ പഠിപ്പിച്ച ആശയങ്ങൾ, അവരുടെ ആദർശം സമൂഹത്തിൽ എത്തിച്ചുകൊണ്ടാണ്, അവരെ അനുധാവനം ചെയ്തുകൊണ്ടാണ്, അവരെ അനുധാവനം ചെയ്യണമെന്ന് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരൊറ്റ പ്രവാചകന്റെയും ബർത്ത്ഡേ ആഘോഷിച്ചില്ല. കാരണം നമ്മുടെ സംസ്കാരമല്ല, അവർ നമ്മുടെ ഇടപെടലല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ ജന്മത്തിൻ്റെത് മാത്രമല്ല, വഫാത്തിൻ്റെത് കൂടിയാണ്. അതുകൊണ്ടാണ് ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാ പച്ചയായി ചോദിച്ചത്, അല്ല, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്താണ് പറയുന്നതെങ്കിൽ, അതും ജനിച്ചതിന്റെ പേരിൽ നിങ്ങൾ ആഘോഷിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ, അതിനേക്കാളും അതേ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ റസൂലുള്ളാഹ് നമ്മിൽ നിന്ന് വിട്ടുപോയ രംഗമല്ലേ, പ്രവാചകന്റെ വേർപാടല്ലേ. എന്തേ അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു ദുഃഖവും കാണുന്നില്ലല്ലോ? ഈ ജന്മത്തിന്റെ പേര് ന്യായം പറഞ്ഞ് ആഘോഷിക്കുന്നവർ എന്താണ് വേർപാടിന്റെ പേര് പറഞ്ഞ് ദുഃഖിക്കാത്തത് എന്ന് ഇമാം ഫാക്കിഹാൻ റഹിമഹുല്ലാ ചോദിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ദുരാചാരങ്ങളിൽ നിന്ന്, നബിയും സ്വഹാബത്തും ഇഷ്ടപ്പെടാത്ത സംഗതികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പൂർണ്ണമായി മാറി നിന്ന് ജീവിതത്തിൽ ഒരു കൊല്ലത്തിൽ, ഒരു മാസത്തിൽ, ഒരു ദിവസത്തിലല്ല, നേരെ മറിച്ച് ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും എല്ലാ ദിവസവും, ഓരോ മിനിറ്റിലും, ഓരോ മണിക്കൂറിലും അവൻ അള്ളാഹുവിന്റെ റസൂലിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവനാവണം. ആ നിലയിൽ പ്രവാചകനെ അനുധാവനം ചെയ്യാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ചെറിയ കുട്ടികൾ രോഗം ബാധിച്ച് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന വേദനകൾക്ക്, നൊമ്പരങ്ങൾക്ക് പകരമായി അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമുക്തമായി തൗഫീഖോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവർക്കും നമുക്കുമെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് ആളുകൾ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ, വെള്ളിയാഴ്ച ജുമുഅക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ മനസ്സിലേക്ക് വരികയാണ് വേദനയായി. അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ. ആ വെള്ളിയാഴ്ചകൾ നമ്മളെ സ്വീകരിക്കുവാനും നമ്മുടെ കൂടെ വരാനും നമ്മെ സ്നേഹിക്കുവാനും അവർ ഇഷ്ടം പറയാനും ഒക്കെ അവരുണ്ടായിരുന്നു. പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗ്ഗപൂന്തോപ്പാക്കി അള്ളാഹുരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന വിരുന്നിൽ ഒന്നിച്ചെത്താൻ അള്ളാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ സർവ്വമാന പാപങ്ങളും ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കണേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.